ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കിടിലൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ അളവിലാണ് കേട്ടോ ഞാൻ ഇവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 20ഓളം ചെറിയുള്ളിയാണ് കേട്ടോ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സവോള, പിന്നെ ഒരു 4-5 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതാണ്, ഒരു തക്കാളി, പിന്നെ 2 തണ്ട് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ പൊടിയുടെ കാര്യങ്ങളൊക്കെ പുറകെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ കുരുമുളകും ജീരകവും കൂടിയിട്ട് ഒന്ന് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് തനിയെ അറിയില്ല. അപ്പോൾ അതിലും ഞാൻ കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു 4-5 ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം. അത്യാവശ്യം വലിയൊരു പാത്രം കേട്ടോ. നമുക്കതൊന്ന് തിരുമ്മി എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലോട്ടാണ് ഞാൻ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ പൊടികളൊക്കെ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ പൊടികൾ ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വറുക്കാത്ത പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ ഉള്ളി സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ടാണ് ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ നിറയെ തന്നെയാണ് കേട്ടോ, അല്ല വടിച്ചെടുത്തിരിക്കുകയല്ല, നിറയെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി കേട്ടോ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണും കൂടുതലായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിലോട്ട് ചേർക്കുന്നത് നമ്മൾ കുരുമുളകും ജീരകവും കൂടിയിട്ട് ഒന്ന് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ആ മിക്സും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുരുമുളക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു എൻ്റെ കൈ കൊണ്ട് ഒരു 1/2 പിടി കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുളക് പൊടി കുറച്ചത്. കുരുമുളകിൻ്റെ ഇതാണ് കൂടുതലായിട്ട് ഇതിൽ വരുന്നത് കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇതിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ കുരുമുളക് ഇട്ടിട്ടുള്ള കറികളോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം. മുളക് പൊടി കുറച്ചിട്ട് കുരുമുളകാണ് ഞാൻ മിക്ക കറിയിലും കൂടുതലായിട്ട് ചേർക്കാറുള്ളത് കേട്ടോ. മുട്ടക്കറി ആണെങ്കിലും അതല്ല ബീഫാണെങ്കിലും എന്താണെങ്കിലും കുരുമുളക് കുറച്ച് കൂടുതൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ മിക്കപ്പോഴും കറി വയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് കേട്ടോ, അത് ഞാൻ കുറച്ചൊരു ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാടൻ കോഴി വയ്ക്കുന്ന രീതി എന്ന് വെച്ചാൽ അതിലോട്ട് നമ്മൾ ഇതിൽ മൊത്തം തിരുമ്മി എടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയും ഒക്കെ നമ്മൾ ഇതിലോട്ട് തിരുമ്മിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കുക ചെയ്യുക നാടൻ കോഴി വയ്ക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക നല്ലൊരു ടേസ്റ്റായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ നാടൻ കോഴി വയ്ക്കുന്ന ഒരു ഫീൽ പോലെയാണത്. അപ്പോൾ ഞാൻ കുറച്ചാണ് എല്ലാം ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് തിരുമ്മി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ അത് നമ്മുടെ അടുപ്പിൽ മൺചട്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തീ കത്തുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ ചട്ടി. നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാടൻ കോഴി വയ്ക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ വയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എണ്ണ അവിടെ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മുടെ സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 20 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഒരു 1/4 കിലോ അളവിലൊക്കെ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് വേണം കേട്ടോ ചെറിയുള്ളി കറക്റ്റ് പറയണം. ഇപ്പോൾ എൻ്റെ അടുത്ത് അത്ര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു സവോളയും കൂടി ഞാൻ ചേർത്തത് കേട്ടോ. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 4-5 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് ചെറിയുള്ളിയാണ് നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ സവോള ആണോ എൻ്റെ കയ്യിലുള്ള ചെറിയുള്ളി കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മുടെ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ ചെറിയുള്ളി ഒന്ന് ചതച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാടി വരണ്ട. നല്ലതാണ് നമ്മുടെ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുന്നതിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടണം, എങ്കിൽ മാത്രമേ ഈ കറിയുടെ ടേസ്റ്റിന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് പെട്ടെന്ന് വാടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിയിൽ ചിക്കനിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ 2 തണ്ട് കറിവേപ്പിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. ഇതൊക്കെ നമ്മുടെ അമ്മമാർ വയ്ക്കുന്ന ഒരു ഇതാണ് കേട്ടോ.
നമ്മളാണ് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് സവോള മാത്രം ചേർക്കാറുള്ളൂ. ഞാനൊക്കെ അങ്ങനെയായിട്ട് എളുപ്പത്തിന് വേഗത്തിലാവാൻ വേണ്ടിയിട്ട് സവോള ചേർക്കാറുള്ളൂ. നമ്മളെന്ന് പറയുന്നില്ല, ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നാടൻ രീതിയിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വെക്കുന്നത് കേട്ടോ. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. രണ്ടും ഓരോ ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കുറച്ച് അതിൽ ചേർത്തിട്ടുണ്ട്, അര ടീസ്പൂൺ വീതം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഓരോ ടീസ്പൂൺ വീതം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇത്തിരി നേരം കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുവിധം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിലോട്ട് ഞാൻ ഒരു ചെറിയൊരു തക്കാളിയാണ് കേട്ടോ, വലുതൊന്നും അല്ല, ഒരു ചെറിയൊരു തക്കാളി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി വേണമെന്നില്ല, ഈ ഒരു കറിക്ക് തക്കാളി ഇടാതെയാണ് കേട്ടോ അതിനൊക്കെ വെക്കാറുള്ളത്. നാടൻ കോഴി വയ്ക്കുമ്പോൾ തക്കാളിയൊന്നും ഇടാറില്ല ഇവിടെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ചേർത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമായിട്ട് ഞാൻ വഴറ്റാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതിലോട്ട് നേരിട്ട് പൊടികളുടെ ഒന്നും ചേർത്തേണ്ട ആവശ്യമില്ല, ഇതിലൊക്കെ തിരുമ്മിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തതാണ്, അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. എൻ്റെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ നേരത്തെ ചൂടാക്കി വെച്ച പൊടികളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ഒരു പച്ചമണത്തിൻ്റെ ഒന്നും വരില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് പൊടിയോ അതോ പച്ചപ്പൊടിയോ ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ പൊടിച്ചിട്ടുള്ള പൊടിയോ ആണെങ്കിൽ സവോളയിൽ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ചിക്കൻ ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ട് പൊടി ചൂടാക്കിയതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും എൻ്റെ കറി എങ്ങനെ ചൂടാവുന്നു അതിന് ഇരട്ടിയായിട്ട് തന്നെ എൻ്റെ കൈ പുകഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ച് തിരുമ്മിയത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ വല്ലാത്തൊരു പണിയായിട്ടുണ്ട് കേട്ടോ. നല്ല കൈയൊക്കെ അങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നല്ല കളറ് നമ്മുടെ കറിക്ക് ഇല്ല എന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട, നല്ല എരിവുണ്ട് കേട്ടോ കറി. അപ്പോൾ അത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തട്ട് വെച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതിലോട്ട് വെള്ളമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചത് കാണിക്കാൻ വിട്ടുപോയിട്ടാ. ഒരു കപ്പ് അളവിൽ, ചെറിയൊരു കപ്പ് അളവിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതാണ്. അപ്പോൾ ചില ചിക്കനിൽ പെട്ടെന്ന് വെള്ളം വരും, ഇതിൽ വെള്ളമൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു തട്ടിട്ടൊന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. നമ്മുടെ കറി തിളയ്ക്കാന്നുണ്ട്, കുറച്ച് നേരമായിട്ടുണ്ട്, ഒരു 8 മിനിറ്റ് നേരമായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഒരു ആവറേജ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 3/4 വേവ് എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന തനി നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണത്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിത്തഴ എന്താ വേണമെന്നുണ്ടെങ്കിൽ ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഒന്ന് കൂടെ ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എങ്കിലടുത്ത് നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.